നമസ്കാരം. കേസീൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂർ പുന്നച്ചേരിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട കാസർഗോഡ് സ്വദേശികളായ 5 പേരുടെയും മൃതദേഹം സംസ്കരിച്ചു. വൻ ജനാവലിയാണ് പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തിയത്. ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മെയ്ദിന റാലി സംഘടിപ്പിച്ചു. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. കാസർഗോട്ടും പരിസരത്തും കുടിവെള്ളം മുടങ്ങി. വോൾട്ടേജ് ക്ഷാമത്തെ തുടർന്ന് ഭാവിക്കരയിൽ പമ്പിംഗ് നിലച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. വേനൽ കടുത്തതോടെ തൊഴിൽ സമയം ക്രമീകരിച്ച ഉത്തരവിന്റെ കാലാവധി ദീർഘിപ്പിച്ചു. മെയ് 15 വരെയാണ് പുതുക്കിയ സമയ ക്രമീകരണം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കാര്യംകൂട് പുഴയ്ക്ക് കുറുകെ പണിത പുതിയ പാലം 2 ആഴ്ചക്കകം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുമെന്ന് നിർമ്മാണം നടത്തുന്ന കമ്പനി അധികൃതർ അറിയിച്ചു. കൈവരിയുടെ പ്ലാസ്റ്ററിംഗും ടാറിംഗും ദിവസങ്ങൾക്കകം പൂർത്തീകരിക്കും. SSLC പരീക്ഷാഫലം മെയ് 8 പ്രഖ്യാപിക്കും. മെയ് 9 ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. വൈകിട്ട് 3 മണിക്കാണ് 2 പരീക്ഷകളുടെയും ഫലപ്രഖ്യാപനം നടത്തുക. വാർത്തകൾ വിശദമായി. കണ്ണൂർ പുന്നച്ചേരിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട കാസർഗോഡ് സ്വദേശികളായ 5 പേരുടെയും മൃതദേഹം സംസ്കരിച്ചു. വൻ ജനാവലിയാണ് പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തിയത്. സ്വപ്നങ്ങൾ ബാക്കിയാക്കി അവർ യാത്രയായി. കണ്ണൂർ കണ്ണപുരം പുന്നച്ചേരിയിൽ കാറും ഗ്യാസ് സിലിണ്ടറുകളുമായി വരികയായിരുന്ന ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച 5 പേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. വെസ്റ്റളേരി കമ്മാടത്തെ ചൂരിക്കാട്ടെ സുധാകരൻ, ഭാര്യ അജിത, ഭാര്യാപിതാവ് പുത്തൂർ കൊഴുമൽ കാണത്തിൽ കൃഷ്ണൻ, അജിതയുടെ സഹോദരൻ അജിത്തിന്റെ മകൻ ആകാശ്. ഇവർ സഞ്ചരിച്ച കാർ ഓടിച്ചിരുന്ന കാലിച്ചാനടുക്കം ശാസ്താംപാറയിലെ ശ്രീശൈലത്തിൽ KN പത്മകുമാർ എന്നിവർക്കാണ് ബന്ധുമിത്രാദികൾ കണ്ണീരോടെ വിട നൽകിയത്. 4 പേർ സംഭവസ്ഥലത്തും ആകാശ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് മരിച്ചത്. സുധാകരന്റെയും അജിതയുടെയും മൃതദേഹം വെസ്റ്റളേരി കമ്മാടത്ത് വീട്ടുവളപ്പിലും പുത്തൂർ കൊഴുമലിലെ കൃഷ്ണൻ, ആകാശ് എന്നിവരുടെ മൃതദേഹം പുത്തൂർ കക്കിരിയാട് സമുദായ ശ്മശാനത്തിലും ഡ്രൈവർ പത്മകുമാറിന്റെ മൃതദേഹം ബദിയടുക്കയിൽ ഭാര്യ വീടിന് സമീപവുമാണ് സംസ്കരിച്ചത്. സുധാകരന്റെ ഏകമകൻ സൗരവിനെ കോഴിക്കോട്ടെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ CA കോഴ്സിന് ചേർത്ത് ഹോസ്റ്റലിലാക്കി തിരികെ വരുമ്പോഴാണ് വാഹനം അപകടത്തിൽപ്പെട്ടത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറിന്റെ പിൻഭാഗത്ത് ലോറി ഇടിച്ചതോടെ നിയന്ത്രണം വിട്ട് ഗ്യാസ് സിലിണ്ടറുമായി എതിരെ വന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നിരുന്നു. മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. ന്യൂസ് ബ്യൂറോ, ചിറ്റാരിക്കാൽ. പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ വിങ്ങി കരിവെള്ളൂരിലെ പുത്തൂർ ഗ്രാമം. ചെറുകുന്നിലെ വാഹനാപകടത്തിൽ മരിച്ച കൃഷ്ണന്റെയും മകളുടെയും ഭർത്താവിന്റെയും കൊച്ചുമകന്റെയും ചേതനയേറ്റ ശരീരങ്ങൾക്ക് മുൻപിൽ പലരും പൊട്ടിക്കരഞ്ഞു. പുത്തൂർ ALP സ്കൂളിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച ശേഷം കക്കിരിയാട് സമുദായ ശ്മശാനത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ഒരു നാടൊന്നാകെ വിറങ്ങലിച്ച് നിന്ന സമയം. എങ്ങും ദുഃഖം തളം കെട്ടി നിന്ന കറുത്ത ദിവസമായി മാത്രമേ പുത്തൂർ ഗ്രാമം ഏപ്രിൽ 30 കാണൂ. മുൻപൊന്നുമില്ലാത്ത വിധത്തിലുള്ള അപകട വാർത്ത കേട്ടാണ് ചൊവ്വാഴ്ച പുത്തൂർ നാട് ഉണർന്നത്. പ്രിയപ്പെട്ട 4 പേരാണ് നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തി മറഞ്ഞു പോയത്. അപകടത്തിൽ മരിച്ച പുത്തൂരിലെ കൊഴുമൽ കൃഷ്ണൻ, മകൾ അജിത, അജിതയുടെ ഭർത്താവ് സുധാകരൻ, അജിതയുടെ സഹോദരന്റെ മകൻ പുത്തൂർ LP സ്കൂൾ 3ാം ക്ലാസ് വിദ്യാർത്ഥി ആകാശ് എന്നിവരുടെ മൃതദേഹം വൈകുന്നേരം 4 മണിയോടെയാണ് പുത്തൂരിൽ എത്തിച്ചത്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി എത്തിച്ച മൃതദേഹം പുത്തൂർ LP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുവാൻ നാട് ഒന്നാകെ ഒഴുകിയെത്തുകയായിരുന്നു. അപകടത്തിൽ മരിച്ച കാലിച്ചാനടുക്കം സ്വദേശി KN പത്മകുമാറിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. TI മധുസൂദനൻ MLA, M വിജിനി MLA, CPM കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ്, കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥിയായ MV ബാലകൃഷ്ണൻ, CPM ഏരിയ സെക്രട്ടറി P സന്തോഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ AV ലച്ചു, MV സുനിൽകുമാർ, കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് K ജയരാജ്, കോൺഗ്രസ് നേതാവ് P ശശിധരൻ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് വീട്ടിലെത്തിച്ച ശേഷം കക്കിരിയാട് സമുദായ ശ്മശാനത്തിൽ സംസ്കാരം നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മെയ്ദിന റാലി സംഘടിപ്പിച്ചു. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു.
പി.വി. കുഞ്ഞമ്പു സ്വാഗതം ആശംസിച്ചു. ബിജു ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി T.K. രാജൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ നോക്കൂ, യന്ത്രവൽക്കരണം വന്നല്ലോ, വ്യവസായ വിപ്ലവം വന്നപ്പോൾ യന്ത്രം ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ, യന്ത്രം ചൂടാകുമ്പോൾ തുടർന്ന് യന്ത്രം പ്രവർത്തിക്കണമെങ്കിൽ 10 മിനിറ്റ് നിർത്തി വെക്കും, അരമണിക്കൂർ നേരം സ്വിച്ച് ഓഫ് ആക്കും. എന്നാൽ മാത്രമേ യന്ത്രം വീണ്ടും പ്രവർത്തിപ്പിക്കാൻ സാധിക്കൂ, എല്ലാം കത്തിപ്പോവും. എന്നാൽ ഈ പാവപ്പെട്ട തൊഴിലാളി പണിയെടുക്കുമ്പോൾ അരമണിക്കൂർ വിശ്രമം കൊടുക്കാൻ അവർ തയ്യാറായില്ല. 16 മണിക്കൂർ തുടർച്ചയായി പണിയെടുക്കുന്ന തൊഴിലാളി ഇടയ്ക്ക് സമയത്ത് എന്തെങ്കിലും കാരണവശാൽ നിർത്തിയാൽ അവരെ കങ്കാണിമാർ ആക്രമിക്കുന്ന സ്ഥിതിയും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ സഹോദരിമാർ, അമ്മമാർ, അവർക്ക് മാനമായി തൊഴിൽ ചെയ്യാൻ ഉള്ള അവസരമുണ്ടായിരുന്നില്ല. അവരെ പരസ്യമായി മാനഭംഗപ്പെടുത്താൻ, തൊഴിലിടങ്ങളിൽ ലൈംഗികമായി പീഡിപ്പിക്കാൻ ഒരു മടിയും കാണിക്കാത്തൊരു ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തെ സംബന്ധിച്ച് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. 1986 സ്വാഭാവികമായും അങ്ങനെ ഒരു കാലഘട്ടം വന്നപ്പോൾ ഒരു വലിയ വെള്ളിവെളിച്ചം പോലെ മാഞ്ചസ്റ്റർ എന്ന പട്ടണത്തിലെ ഒരു ടെക്സ്റ്റൈൽ വ്യാപാരി, അദ്ദേഹം മനുഷ്യ സമൂഹത്തെ ആകെ ആവേശം വിളിച്ചുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുത്തു. എൻ്റെ തൊഴിലാളിക്ക് മാന്യമായ കൂലി, മാന്യമായ ജീവിത സാഹചര്യം, തൊഴിലിടങ്ങളിൽ സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ആ ഉടമസ്ഥൻ മുന്നോട്ട് വന്നു. സ്വാഭാവികമായി അങ്ങനെ ഒരു അന്തരീക്ഷം വന്നപ്പോൾ ആ പ്രദേശത്തെ ചുറ്റുപാടിൽ ലോകത്തിലെ തൊഴിലാളി പ്രവർത്തകരെല്ലാം ആവേശപൂർവ്വമാണ് ആ നടപടിയെ നോക്കിക്കണ്ടത്. അതിന്റെ തുടർച്ചയായ നിലയിൽ ലോകത്ത് നാനാ മേഖലയിൽ തൊഴിലാളി സംഘടനകൾ ഈ രൂപത്തിൽ ആനുകൂല്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. വിവിധ രാഷ്ട്രീയ സർവീസസ് സംഘടനാ നേതാക്കളായ T. കൃഷ്ണൻ, CMA ജലീൽ, ഹനീഫ കടപ്പുറം, K. രാഘവൻ, പ്രകാശൻ, പ്രതീഷ്, ശോഭ, അരവിന്ദാക്ഷൻ, K. രവീന്ദ്രൻ, ഗിരികൃഷ്ണൻ, K. ഭാസ്കരൻ, P. ജാനകി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി മഞ്ചേശ്വരം ഹൊസങ്കടയിൽ AITUC മെയ് ദിന റാലി സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടുമുള്ള തൊഴിലാളികളുടെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും സംഭാവനകളെ ആദരിക്കുന്നതിനാണ് മെയ് 1 തൊഴിലാളി ദിനമായി ആഘോഷിക്കുന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ വേരൂന്നിയതാണ് മെയ് ദിനത്തിന്റെ ചരിത്രം. തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി AITUC തൊഴിലാളി യൂണിയൻ ഹൊസങ്കടയിൽ നിന്ന് മഞ്ചേശ്വരത്തേക്ക് മെയ് ദിന ജാഥ സംഘടിപ്പിച്ചു. മഞ്ചേശ്വരത്ത് സംഘടിപ്പിച്ച പൊതുസമ്മേളനം AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സാർവദേശീയ തൊഴിലാളി ദിനമായി പ്രഖ്യാപിച്ച മെയ് 1 നമ്മുടെ കേരളത്തിൽ ഇന്ന് തൊഴിലാളികൾക്ക് ശമ്പളത്തോടുകൂടിയ അവധി ദിനമാണ്. തൊഴിലാളികൾ ഞാൻ പറയുന്നത് സംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾ, അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് ഇപ്പോഴും അതില്ല. എന്നാൽ ആ പോരാട്ട വീര്യം ഒന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് അവരെ ഓർക്കാൻ പോലും നമ്മുടെ തൊഴിലാളി വർഗം തയ്യാറാകാത്തൊരു സാഹചര്യം കൂടിയുണ്ട് എന്ന വസ്തുത നാം വിസ്മരിച്ചുകൂടാ. രാമചന്ദ്ര ബഡാജെ അധ്യക്ഷനായി, D. കമലാക്ഷ, K. കമലാക്ഷ, മുസ്തഫ കടമ്പാർ, കരുണാകര ഷെട്ടി, ശ്രീധരാം മാട, പ്രശാന്ത് കനില തുടങ്ങിയവർ പങ്കെടുത്തു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തൃക്കരിപ്പൂരിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ലോക തൊഴിലാളി ദിനം ആചരിച്ചു. ടൗണിൽ മെയ് ദിന റാലിയും പൊതുസമ്മേളനവും നടത്തി. തങ്കൈമുക്കിൽ നിന്നും ആരംഭിച്ച മെയ് ദിന റാലി ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. വിവിധ മേഖലകളിലെ തൊഴിലാളി സംഘടനകളുടെ പൊതുവേദിയായ ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് തൃക്കരിപ്പൂരിൽ മെയ് ദിനം ആചരിച്ചത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം MV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. HMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV തമ്പാൻ അധ്യക്ഷത വഹിച്ചു. CV വിജയരാജ്, EV ഗണേശൻ, KV ജനാർദ്ദനൻ, TV ഗോവിന്ദൻ,
എ റഹ്മാൻ, എം ഗംഗാധരൻ, രവീന്ദ്രൻ മാണിയാട്ട്, വി കൃഷ്ണൻ, MV ചന്ദ്രൻ, ഇ രമണി, VP രാജീവൻ എന്നിവർ സംസാരിച്ചു. തങ്കയമുക്കിൽ നിന്ന് ആരംഭിച്ച റാലിക്ക് MV സുകുമാരൻ, VV വിജയൻ, MP ബിജീഷ്, AV രാധാകൃഷ്ണൻ, VV സുരേശൻ, ഇ കൃഷ്ണൻ, K രവീന്ദ്രൻ, അബ്ദുൾ ഖാദർ കൂലേരി, T അജിത എന്നിവർ നേതൃത്വം നൽകി. ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർകോട്ടും പരിസരത്തും കുടിവെള്ളം മുടങ്ങി. വോൾട്ടേജ് ക്ഷാമത്തെ തുടർന്ന് ഭാവിക്കരയിൽ പമ്പിംഗ് നിലച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. ജല അതോറിറ്റിയുടെ ഭാവിക്കര പദ്ധതി പ്രദേശത്ത് വോൾട്ടേജ് കുറഞ്ഞതോടെ വൈദ്യുതി മോട്ടോർ പ്രവർത്തിപ്പിക്കുവാൻ കഴിയാത്തതിനാൽ പമ്പിംഗ് നിർത്തിവെച്ചു. ഇതോടെ കാസർകോട്ടും പരിസര പഞ്ചായത്തുകളായ മധൂർ, ചെങ്കള, മുളിയാർ, ചെമ്മനാട് പഞ്ചായത്തുകളിലും 3 ദിവസമായി കുടിവെള്ള വിതരണം മുടങ്ങി. ഫെബ്രുവരി മാസം മുതൽ തന്നെ പ്രദേശത്ത് വോൾട്ടേജ് ക്ഷാമം നേരിട്ടിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി രൂക്ഷമായ വോൾട്ടേജ് ക്ഷാമമാണ് നേരിടുന്നത്. ഭാവിക്കരയിലെ പദ്ധതി പ്രദേശത്ത് നിന്നുള്ള വെള്ളം ഭാവിക്കര കുന്നിലുള്ള പ്ലാന്റിൽ ശുദ്ധീകരിച്ചാണ് വിദ്യാനഗറിലുള്ള പ്രധാന സംഭരണിയിൽ എത്തുന്നത്. വേനൽ കടുത്തതോടെ കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുമ്പോഴാണ് ജല അതോറിറ്റി വഴിയുള്ള കുടിവെള്ള വിതരണവും മുടങ്ങിയത്. വോൾട്ടേജ് ക്ഷാമം ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ പമ്പിങ് നടക്കാതിരിക്കുകയും ആ കാരണം പറഞ്ഞ് ജനങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് വേണ്ടത്. ഇവിടെ വോൾട്ടേജ് ക്ഷാമമാണ് പറയുന്നത്. ഇനി വോൾട്ടേജ് ക്ഷാമമുള്ളത് കൊണ്ട് പമ്പിങ് നടക്കുന്നില്ല എങ്കിൽ ജനറേറ്റർ സ്ഥാപിച്ച് പമ്പിങ് നടത്തി ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കണം. ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചില്ലെങ്കിൽ പിന്നെ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സർക്കാരും അതുപോലെ തന്നെ ജലവകുപ്പും അടിയന്തരമായി ഇടപെടേണ്ട പ്രശ്നമാണിത്. കാസർഗോഡും പരിസര പ്രദേശത്തുമായുള്ള 1 ലക്ഷത്തോളം പേരാണ് കുടിവെള്ളത്തിനായി ജല അതോറിറ്റിയെ ആശ്രയിക്കുന്നത്. വേനൽ ചൂട് കടുത്തു തുടങ്ങിയതോടെ രാത്രികാലങ്ങളിൽ വൈദ്യുതി ഉപയോഗത്തിലുണ്ടായ വർധനവാണ് വോൾട്ടേജ് ക്ഷാമത്തിന് ഇടയാക്കുന്നതെന്നാണ് KSEB അധികൃതർ നൽകുന്ന വിശദീകരണം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വേനൽ കടുത്തതോടെ തൊഴിൽ സമയം ക്രമീകരിച്ച ഉത്തരവിന്റെ കാലാവധി ദീർഘിപ്പിച്ചു. മെയ് 15 വരെയാണ് പുതുക്കിയ സമയക്രമീകരണം ബാധകമായിരിക്കുകയെന്ന് ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചു. കേരളത്തിൽ കടുത്ത വേനൽക്കാല സാഹചര്യം തുടരുന്നതിനാലും ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാലും ജില്ലയിൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ തൊഴിൽ സമയം ക്രമീകരിച്ചുകൊണ്ടുള്ള ലേബർ കമ്മീഷണറുടെ ഉത്തരവിന്റെ കാലാവധി ദീർഘിപ്പിച്ചു. പകൽ ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവർക്ക് ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 3 മണി വരെ വിശ്രമ വേളയായിരിക്കും. ഇവരുടെ ജോലി സമയം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 വരെയുള്ള സമയത്തിനുള്ളിൽ 8 മണിക്കൂറായി നിജപ്പെടുത്തി. ഷിഫ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് രാവിലത്തെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് 12-ന് അവസാനിക്കും. ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് വൈകിട്ട് 3-ന് ആരംഭിക്കും. മെയ് 1 മുതൽ 15 വരെയുള്ള കാലയളവിലേക്ക് പുതുക്കിയ സമയക്രമീകരണം ബാധകമായിരിക്കുമെന്ന് ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെ പണിത പുതിയ പാലം 2 ആഴ്ചക്കകം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുമെന്ന് നിർമ്മാണം നടത്തുന്ന കമ്പനി അധികൃതർ അറിയിച്ചു. കൈവരിയുടെ പ്ലാസ്റ്ററിങ്ങും ടാറിങ്ങും ദിവസങ്ങൾക്കകം പൂർത്തീകരിക്കും. 302 മീറ്റർ നീളവും 16 മീറ്റർ വീതിയുമുള്ള പുതിയ പാലമാണ് നീലേശ്വരം കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെ ഗതാഗതത്തിനായി തുറക്കുക. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പ്രദേശത്ത് നിർമ്മാണം ഏറ്റെടുത്ത മേഘ എഞ്ചിനീയറിംഗ് കമ്പനി സീനിയർ മാനേജർ കുണ്ടാർ റെഡ്ഡിയാണ് പാലം 2 ആഴ്ചക്കകം ഗതാഗതത്തിനായി തുറക്കുമെന്ന് അറിയിച്ചത്. പാലത്തിന്റെ കൈവരി പ്ലാസ്റ്ററിംഗ് ചെയ്യുന്ന പ്രവൃത്തികൾ അതിവേഗം നടന്നുവരികയാണ്. 8 സ്പാനുകളാണ് പുതിയ പാലത്തിനുള്ളത്. ഇരുവശങ്ങളിലുമായി മണ്ണിട്ടുയർത്തി ടാറിംഗ് നടത്തുവാനുള്ള പ്രവൃത്തികളും പുരോഗമിക്കുകയാണ്. This bridge is going to complete and will divert the traffic on this left side by May 10th. After that, we will start the dismantling of right side existing bridge, and as usual, we will finish the rest of the bridge. പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയാൽ ഉടൻ തന്നെ നിലവിലുള്ള പഴയ പാലം പൊളിച്ചു മാറ്റി പുഴയ്ക്ക് കുറുകെ 2ാമത്തെ പാലം നിർമ്മിക്കുവാനുള്ള പ്രവൃത്തികൾക്ക് തുടക്കമാകും. നിലവിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന പഴയ പാലത്തിന് 60 വർഷക്കാലത്തെ പഴക്കമുണ്ട്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. അടുക്കത്തുപയൽ നെല്ലിക്കുന്ന് ബങ്കരക്കുന്ന് ശ്രീ ബബ്ബരിയ നാഗകുളിക വനം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവത്തിന്റെ 16ാം വാർഷികാഘോഷം ഭക്തിയുടെ നിറവിൽ നടന്നു. തന്ത്രി വിഷ്ണുപ്രകാശ പട്ടേരി കാവുമഠം കാർമ്മികത്വം വഹിച്ചു. ബങ്കാരക്കുന്ന് ശ്രീ ബബറിയ നാഗകുളിക വനം ബ്രഹ്മകലശത്തിന്റെ 16ാമത് വാർഷികോത്സവം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ഉത്സവാഘോഷത്തിന് തുടക്കമായത്.
ചടങ്ങുകൾക്ക് തന്ത്രി വിഷ്ണുപ്രകാശ് പട്ടേരി കാവുമഠം നേതൃത്വം നൽകി. ഉത്സവത്തിന്റെ ഭാഗമായി ഗുളികക്കോലവും ബബറിയ കോലവും കെട്ടിയാടി. വാർഷികോത്സവത്തിന്റെ ഭാഗമായി പ്രത്യേക പൂജകളും ചടങ്ങുകളും നടന്നു. ഉത്സവാഘോഷത്തിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഭക്തർക്ക് പ്രസാദം വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. SSLC പരീക്ഷാഫലം മെയ് 8-ന് പ്രഖ്യാപിക്കും. മെയ് 9-നാണ് ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. വൈകിട്ട് 3 മണിക്കാണ് 2 പരീക്ഷകളുടെയും ഫലപ്രഖ്യാപനം നടത്തുക. SSLC പരീക്ഷാഫലം മെയ് 8-ന് പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലം മെയ് 9-ന് പ്രഖ്യാപിക്കും. കഴിഞ്ഞ വർഷം മെയ് 19-നാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. ഇത്തവണ 11 ദിവസം മുൻപ് തന്നെ ഫലപ്രഖ്യാപനം നടത്തുകയാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഇക്കൊല്ലം SSLC പരീക്ഷ എഴുതിയത് 4,27,105 വിദ്യാർത്ഥികളാണ്. 2,17,525 ആൺകുട്ടികളും 2,09,580 പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതിയത്. ഏപ്രിൽ 3 മുതൽ 24-ാം തീയതി വരെയാണ് മൂല്യനിർണ്ണയം നടന്നത്. 77 ക്യാമ്പുകളിലായി 25,000-ഓളം അധ്യാപകർ പങ്കെടുത്തു. വൈകിട്ട് 3 മണിക്കാണ് 2 പരീക്ഷകളുടെയും ഫലപ്രഖ്യാപനം നടത്തുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കരുവാക്കോട് വള്ളിയൂട്ട് ശ്രീ ഭഗവതിക്കാവ് പ്രതിഷ്ഠാദിനവും കളിയാട്ട മഹോത്സവത്തിനും ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കരുവാക്കോട് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്രയെത്തി. കരുവാക്കോട് വള്ളിയൂട്ട് ശ്രീ ഭഗവതിക്കാവ് പ്രതിഷ്ഠാദിനവും കളിയാട്ട മഹോത്സവത്തിനും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു.
കരുവാക്കോട് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നിന്നും മുത്തുകുടകളുടെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടുകൂടിയാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തിയത്. മെയ് 2 വിഷ്ണുമൂർത്തിയുടെ നൃത്തവിശേഷം, വള്ളിയോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരൽ എന്നീ ചടങ്ങുകൾ നടക്കും. തുടർന്ന് നടക്കുന്ന വിളക്കിലരി ചടങ്ങോടുകൂടി ഉത്സവത്തിന് സമാപനമാവും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൊഴിലാളി വർഗത്തിന്റെ സമരത്തിന്റെയും മോചനത്തിന്റെയും സ്മരണകൾ ഉണർത്തുന്ന മെയ് ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് മെയ് ദിന റാലി സംഘടിപ്പിച്ചു. ലോക തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രകടനവും പൊതുയോഗവും നടത്തി. നിരവധി തൊഴിലാളികളും യൂണിയൻ അംഗങ്ങളും പങ്കെടുത്തു. കുന്നുമ്മലിൽ നിന്നും ബാൻഡ് മേളത്തിന്റെ അകമ്പടിയിൽ പ്രകടനം ആരംഭിച്ചു. തുടർന്ന് പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ നടന്ന പൊതുയോഗം കാഞ്ഞങ്ങാട് MLA E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. PK അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ K. അമ്പാടി, VV പ്രസന്നകുമാരി, കാറ്റാടി കുമാരൻ, A. മാധവൻ, A. ദാമോദരൻ, DV അമ്പാടി എന്നിവർ സംസാരിച്ചു. CITU കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി KV രാഘവൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പടന്നക്കാട് കാർഷിക കോളേജിൽ മലബാർ മാംഗോ ഫെസ്റ്റിന് മെയ് 9 തുടക്കമാവും. മേളയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രീ സെയിൽ നടത്തി. പടന്നക്കാട് കാർഷിക കോളേജ് വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിക്കുന്ന 16ാമത് മലബാർ മാംഗോ ഫെസ്റ്റ് മധുരം 2024 കിസാൻ മേളയ്ക്ക് മെയ് 9 തുടക്കമാവും. നമ്മുടെ ഉത്തര മലബാറിന്റെ കാർഷിക ക്ഷേത്രമായ പടന്നക്കാട് കാർഷിക കോളേജിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയായ ഒരു പരിപാടിയാണ് നമ്മുടെ മധുരം മലബാർ മാംഗോ ഫെസ്റ്റ്. ഇപ്രാവശ്യത്തെ നമ്മുടെ പേര് മധുരം മലബാർ മാംഗോ ഫെസ്റ്റ് 2024 എന്നാണ്. നമ്മുടെ മധുരം മലബാർ മാംഗോ ഫെസ്റ്റിന്റെ ഏറ്റവും മുതൽക്കൂട്ടായ ഒരു ഇനമാണ് നമ്മുടെ കുറ്റ്യാട്ടൂർ മാങ്ങ, പ്രിയൂര്, പിന്നെ മൂവാണ്ടൻ എന്നീ 3 ഇനങ്ങളാണ് ഇപ്പോൾ പ്രീ സെയിലായി ഒരുക്കിയിരിക്കുന്നത്. മെയ് 9 മുതൽ 12 വരെയാണ് മേള നടക്കുക. കാർഷിക കോളേജിൽ ഉൽപ്പാദിപ്പിച്ച മാങ്ങകൾക്കു പുറമെ മറ്റ് പഴവർഗ്ഗങ്ങളുടെയും മൂല്യവർധന ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും വിപണനവും ഉണ്ടാകും. കഴിഞ്ഞ വർഷം മാംഗോ ഫെസ്റ്റിനായി കർഷക തിലകം അവാർഡ് നേടിയ മടിക്കൈ ചതുരക്കിണറിലെ മാധവി അമ്മയുടെ പുരയിടത്തിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച മാമ്പഴങ്ങൾ വിപണിയിൽ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. മാംഗോ ഫെസ്റ്റ് മധുരം 2024 കിസാൻ മേളയുടെ തുടക്കം കുറിച്ച് കാഞ്ഞങ്ങാട് ടൗണിൽ ആദ്യത്തെ പ്രീ സെയിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ പുന്നച്ചേരിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട കാസർഗോഡ് സ്വദേശികളായ 5 പേരുടെയും മൃതദേഹം സംസ്കരിച്ചു. വൻ ജനാവലിയാണ് പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തിയത്. ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മെയ് ദിന റാലി സംഘടിപ്പിച്ചു. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. കാസർഗോട്ടും പരിസരത്തും കുടിവെള്ളം മുടങ്ങി. വോൾട്ടേജ് ക്ഷാമത്തെ തുടർന്ന് ഭാവിക്കരയിൽ പമ്പിംഗ് നിലച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. വേനൽ കടുത്തതോടെ തൊഴിൽ സമയം ക്രമീകരിച്ച ഉത്തരവിന്റെ കാലാവധി ദീർഘിപ്പിച്ചു. മെയ് 15 വരെയാണ് പുതുക്കിയ സമയക്രമീകരണം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കാര്യംകൂട് പുഴയ്ക്ക് കുറുകെ പണിത പുതിയ പാലം 2 ആഴ്ചക്കകം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുമെന്ന് നിർമ്മാണം നടത്തുന്ന കമ്പനി അധികൃതർ അറിയിച്ചു. കൈവരിയുടെ പ്ലാസ്റ്ററിംഗും ടാറിംഗും ദിവസങ്ങൾക്കകം പൂർത്തീകരിക്കും. SSLC പരീക്ഷാഫലം മെയ് 8 പ്രഖ്യാപിക്കും. മെയ് 9 ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. വൈകിട്ട് 3 മണിക്കാണ് 2 പരീക്ഷകളുടെയും ഫലപ്രഖ്യാപനം നടത്തുക. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.